നമസ്കാരം. ഇൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. എരവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ നിന്ന് 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തലോരിൽ മൊബൈൽ ഷോപ്പിൽ വൻ കവർച്ച. ഏകദേശം 30 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും മേശയിൽ സൂക്ഷിച്ച പണവും കവർന്നു. കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പെരിങ്ങോട്ടുകര സ്വദേശിയടക്കം 2 പേരെ പാവറട്ടി പോലീസ് പിടികൂടി. ഗ്രാമീണ വായനശാല അന്നനാട് ബാലവേദി അയൽപ്പക്ക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വേനൽക്കാലത്ത് കിളികൾക്ക് കുടിനീർ ഒരുക്കി. നോട്രിഡേം സ്കൂൾ വെട്ടിക്കുടിയിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. ചാലക്കുടി നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപനം നടത്തി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിൽ മൃതസംസ്കാരം ഏപ്രിൽ 1 മുതൽ സൗജന്യം. വിശദമായ വാർത്തയിലേക്ക്. എരവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ നിന്ന് 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ചിറ്റിശ്ശേരി സ്വദേശി കുരുത്തുകുളങ്ങര വീട്ടിൽ വിനു ഓടിച്ചിരുന്ന ഓട്ടോയാണ് നിയന്ത്രണം വിട്ട് പുഴയിലേക്ക് മറിഞ്ഞത്. വിനുവിന്റെ ഭാര്യ രേഷ്മ, ഇവരുടെ 4 മക്കൾ, ഭാര്യ മാതാവ് അജിത എന്നിവരാണ് ഓട്ടോയിലുണ്ടായിരുന്നത്. ഞായറാഴ്ച വൈകിട്ട് 7 മണിയോടെയായിരുന്നു അപകടം. പരിക്കേറ്റവരെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലാണ് ആദ്യം എത്തിച്ചത്. തലയ്ക്ക് പരിക്കേറ്റ രേഷ്മയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. നിസാര പരിക്കേറ്റ മറ്റുള്ളവരെ പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചു. ഊരകത്ത് നിന്ന് വരുന്നതിനിടെ നിയന്ത്രണം വിട്ട ഓട്ടോ പുഴയിലേക്ക് മറിയുകയായിരുന്നു. ഓട്ടോയിലുണ്ടായിരുന്നവരുടെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഓടൻചിറ ഷട്ടർ താഴ്ത്തിയത് മൂലം പുഴയിൽ വെള്ളം ഉയർന്ന നിലയിലായിരുന്നു. അപകടത്തിൽ മുങ്ങിപ്പോയ ഓട്ടോയിലെ യാത്രക്കാരെ നാട്ടുകാരാണ് രക്ഷിച്ചത്. തിങ്കളാഴ്ച ഉച്ചയോടെ ക്രെയിൻ എത്തിച്ചാണ് ഓട്ടോ ഉയർത്തിയത്. തലോറിൽ മൊബൈൽ ഷോപ്പിൽ വൻ കവർച്ച. ഏകദേശം 30 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും മേശയിൽ സൂക്ഷിച്ച പണവും കവർന്നു. തലോർ സെന്ററിൽ പ്രവർത്തിക്കുന്ന അഫാത്ത് മൊബൈൽ ഷോപ്പിന്റെ ഷട്ടർ ഗ്യാസ് കട്ടർ ഉപയോഗിച്ച് തകർത്താണ് കവർച്ച നടന്നത്. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വെള്ള നിറത്തിലുള്ള മാരുതി സ്വിഫ്റ്റ് കാറിലാണ് മോഷ്ടാക്കൾ എത്തിയത്. ഷോപ്പിന്റെ മുൻവശത്തെ CCTV ക്യാമറ നശിപ്പിച്ച ശേഷമാണ് മോഷ്ടാക്കൾ ഷട്ടർ തകർത്ത് അകത്ത് കയറിയത്. മുഖം മറച്ച 2 പേർ അകത്ത് കയറി ഷെൽഫിൽ വച്ചിരുന്ന വിലപിടിപ്പുള്ള സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും 2 ചാക്കുകളിലാക്കി കൊണ്ടുപോകുന്നത് ഷോപ്പിനുള്ളിലെ CCTV ക്യാമറകളിൽ പതിഞ്ഞിട്ടുണ്ട്. മേശയിൽ സൂക്ഷിച്ച പണവും ഇവർ കവർന്നു. സംസ്ഥാന പാതയോരത്ത് പ്രവർത്തിക്കുന്ന ഷോപ്പിന്റെ മുൻപിലേക്ക് ഇവരുടെ കാർ കയറ്റിയിടുന്ന ദൃശ്യങ്ങൾ തൊട്ടടുത്തുള്ള കടയുടെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഏകദേശം 1.5 മണിക്കൂറോളം ഷോപ്പിന്റെ ഷട്ടർ ഉയർത്തി നിർത്തിയാണ് സംഘം കവർച്ച നടത്തിയത്. ഈ സമയത്ത് മൊബൈൽ ഷോപ്പിന് സമീപത്തെ കടയിലേക്ക് പച്ചക്കറിയുമായി വന്ന പിക്കപ്പ് ഡ്രൈവർ വരുന്നത് കണ്ട് മോഷ്ടാക്കൾ കാറെടുത്ത് പോവുകയായിരുന്നു. തൈക്കാട്ടുശ്ശേരി റോഡിലേക്ക് തിരിഞ്ഞു പോകുന്ന കാറിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ചാലക്കുടി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ പുതുക്കാട് പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പെരിങ്ങോട്ടുകര സ്വദേശിയടക്കം 2 പേരെ പാവറട്ടി പോലീസ് പിടികൂടി. പെരിങ്ങോട്ടുകര കണ്ണാറ വീട്ടിൽ ലിഷൻ, പെരുവല്ലൂർ പുത്തൻ വീട്ടിൽ ആന്റോ എന്നിവരാണ് പിടിയിലായത്.
പെരുവല്ലൂർ വായനശാലയ്ക്ക് സമീപം കാറിൽ കഞ്ചാവ് കടത്തുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് പാവറട്ടി പോലീസും കമ്മീഷണറുടെ സ്ക്വാഡും നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്തുകയായിരുന്ന 2 കിലോ തൂക്കം വരുന്ന കഞ്ചാവ് പിടികൂടിയത്. പാവറട്ടി SHO ആന്റണി ജോസഫ് നെറ്റോ, SI വിനോദ്, CPO പ്രവീൺ, കമ്മീഷണറുടെ സ്ക്വാഡും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ലഹരി ഉപയോഗിക്കുന്ന ആളുകളെയും വിൽപ്പന നടത്തുന്നവരെയും പിടികൂടുന്നതിനായി പാവറട്ടി പോലീസ് മഫ്തിയിൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഗ്രാമീണ വായനശാല അന്നനാട് ബാലവേദി അയൽപ്പക്ക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വേനൽക്കാലത്ത് കിളികൾക്ക് കുടിനീരൊരുക്കി. കിളികളും കൂളാവട്ടെ എന്ന പേരിൽ നടത്തിയ പരിപാടിയിൽ സമീറ സജി അധ്യക്ഷത വഹിച്ചു. ഹാൻഡ്ബോൾ കേരള ടീം ക്യാപ്റ്റനും UHSS വിദ്യാർത്ഥിയുമായ നവനീത P. സുഭാഷ് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ബാലവേദി കോർഡിനേറ്റർ ഗിരിജ ഉണ്ണി സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് PR ഭാസ്കരൻ മാസ്റ്റർ, സെക്രട്ടറി നിബിൻ KP, വൈസ് പ്രസിഡന്റ് LC സച്ചിദാനന്ദൻ, അശാന്തൻ സ്മാരക ആർട്ട് ഡയറക്ടറും കമ്മിറ്റി അംഗവും കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ PC അയ്യപ്പൻ എന്നിവർ ആശംസയർപ്പിച്ച് സംസാരിച്ചു. കമ്മിറ്റി അംഗങ്ങൾ ലൈബ്രറിയന്മാരായ ആതിര ഉദയൻ, TG ദേവദാസ്, ബാലവേദി അയൽപ്പക്ക പഠന കേന്ദ്രത്തിലെ കൂട്ടുകാർ എന്നിവർ പങ്കെടുത്തു. ബാലവേദി സെക്രട്ടറി ശിവറാം മേനോൻ നന്ദി പ്രകാശിപ്പിച്ചു. നോട്രഡെയിം സ്കൂൾ വെട്ടിക്കുഴിയിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. മുൻ ഇന്ത്യൻ ഇന്റർനാഷണൽ വോളിബോൾ താരം ഷൈനി കുര്യൻ നോട്രഡെയിം സ്കൂളിലെ ഇന്റർനാഷണൽ ഗോൾഡ് മെഡൽ ജേതാവായ ഭദ്ര KUവിന് ബോൾ നൽകി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയ്ക്ക് ക്യാമ്പുകൾ കാരണമാകുമെന്നും ഇതിൽ നിന്നും ലഭിക്കുന്ന അറിവുകൾ അവരുടെ മികച്ച കരിയർ വളർത്താനും അതുവഴി ജീവിതം സുരക്ഷിതമാകുമെന്നും ഷൈനി കുര്യൻ പറഞ്ഞു. ഒട്ടനവധി ദേശീയ അന്തർദേശീയ താരങ്ങളെ സംഭാവന ചെയ്ത നോട്രഡെയിം സ്പോർട്സ് അക്കാദമി ഇനിയും ഒരുപാട് കായിക താരങ്ങളെ വളർത്താൻ കഴിയട്ടെ എന്നും ആശംസിച്ചു. PTA പ്രസിഡന്റ് ദിലിക് ദിവാകരൻ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ സിസ്റ്റർ ജൂലി, മാനേജർ സിസ്റ്റർ മേഴ്സി, കായിക അധ്യാപകൻ പ്രവീൺ കുമാർ, ഹോക്കി പരിശീലക ദീപ ഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. ത്രോബോൾ, വോളിബോൾ, സോഫ്റ്റ്ബോൾ, ഹോക്കി, ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹാൻഡ്ബോൾ എന്നീ ഇനങ്ങളിലായി പരിശീലനം നടക്കുന്നു. ചാലക്കുടി നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപനം നടത്തി. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സർക്കാർ നിർദ്ദേശിച്ച മാനദണ്ഡങ്ങൾ പ്രകാരം വിവിധ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപിച്ചത്. സ്വച്ഛ് സർവേഷിന്റെ ഭാഗമായി പൊതുസ്ഥലങ്ങളും വഴിയോരങ്ങളും വൃത്തിയാക്കൽ, സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ, ചെടികൾ വച്ചുപിടിപ്പിക്കൽ, പൊതുസ്ഥലങ്ങൾ, മതിലുകൾ എന്നിവയുടെ പെയിന്റിംഗ് വർക്കുകൾ, പബ്ലിക് സ്ഥലങ്ങളിൽ ബിന്നുകൾ സ്ഥാപിക്കൽ, MCF RRF പ്രവർത്തനം, ഹരിത വിദ്യാലയങ്ങൾ, ഹരിത കലാലയങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങൾ, ഹരിത സ്ഥാപനങ്ങൾ, ഹരിത ഭവനങ്ങൾ, ഹരിത ടൂറിസം കേന്ദ്രങ്ങൾ, ഹരിത കർമ്മസേനാ പ്രവർത്തനവും യൂസർ ഫീ കളക്ഷൻ എന്നിവ 90% മുകളിലെത്തിക്കൽ തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തിയതിന്റെ ഭാഗമായാണ് മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപനം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ഹരിത സ്ഥാപനങ്ങൾ, ഹരിത അയൽക്കൂട്ടങ്ങൾ എന്നിവയ്ക്കുള്ള സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തിരുന്നു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. ഞായറാഴ്ച കുറ്റിച്ചിറ ഗാന്ധി സ്ക്വയറിൽ ചാലക്കുടി MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ചടങ്ങിൽ കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ CV ആന്റണി, MD ബാഹുലയൻ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് EA ജയതിലകൻ, അംഗങ്ങളായ റിജു മാവേലി, VJ വില്യംസ്, KT ജോർജ്, ജിനി ബെന്നി, ശകുന്തള വത്സൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ജെനീഷ് P. ജോസ് എന്നിവർ പങ്കെടുത്തു. ഇന്ത്യയിൽ ആദ്യമായി സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചൊരു നാടാണ് നമ്മുടെ നാട്. വിദ്യാഭ്യാസ മേഖലയിൽ വലിയ രീതിയിൽ നമുക്ക് മുന്നേറാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്ത്, വ്യക്തി ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ, ഇങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ 1ാം സ്ഥാനത്താണ്. ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിൽ മൃതസംസ്കാരം ഏപ്രിൽ 1 മുതൽ സൗജന്യം. ചാലക്കുടി നഗരസഭയുടെ ശക്തിസ്ഥൽ ഗ്യാസ് ക്രിമിറ്റോറിയത്തിൽ നഗരസഭ അതിർത്തിയിലെ താമസക്കാരായിട്ടുള്ളവർക്ക് ഏപ്രിൽ 1 മുതൽ മൃതസംസ്കാരം സൗജന്യമാക്കി.
മരണപ്പെട്ട വ്യക്തിയുടെയും അപേക്ഷകന്റെയും ആധാർ കാർഡുകൾക്കൊപ്പം അതാത് വാർഡ് കൗൺസിലർമാർ മരണപ്പെട്ട വ്യക്തി ചാലക്കുടി നഗരസഭ അതിർത്തിക്കുള്ളിൽ താമസക്കാരാണ് എന്ന സാക്ഷ്യപത്രം കൂടി ഹാജരാക്കണം. ആശുപത്രിയിൽ നടന്ന മരണമാണെങ്കിൽ അവിടുന്നുള്ള മരണ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. കഴിഞ്ഞ 28-ാം തീയതി അവതരിപ്പിച്ച ബഡ്ജറ്റിലാണ് ക്രിമിറ്റോറിയത്തിലെ മൃതസംസ്കാരം നഗരസഭാ പ്രദേശത്തെ താമസക്കാർക്ക് സൗജന്യമാക്കുമെന്ന് പ്രഖ്യാപിച്ചത്. നഗരസഭ അതിർത്തിയിലെ താമസക്കാരായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മൃതസംസ്കാര ചടങ്ങിന് നഗരസഭയുടെ ആംബുലൻസും സർവീസും സൗജന്യമാണ്. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. സ്വർണ്ണവില 65 രൂപ കൂടി ഗ്രാമിന് 8425 രൂപ, പവന് 67,400 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 35 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. എരവക്കാട് ഓടൻചിറ ഷട്ടറിന് സമീപം മണലിപ്പുഴയിലേക്ക് മറിഞ്ഞ ഓട്ടോറിക്ഷയിൽ നിന്ന് 4 കുട്ടികൾ ഉൾപ്പെടെ 7 അംഗ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തലോരിൽ മൊബൈൽ ഷോപ്പിൽ വൻ കവർച്ച. ഏകദേശം 30 ലക്ഷം രൂപയുടെ സ്മാർട്ട് ഫോണുകളും ലാപ്ടോപ്പും ടാബുകളും മേശയിൽ സൂക്ഷിച്ച പണവും കവർന്നു. കഞ്ചാവ് കടത്തുന്ന സംഘത്തിലെ പെരിങ്ങോട്ടുകര സ്വദേശിയടക്കം 2 പേരെ പാവറട്ടി പോലീസ് പിടികൂടി. ഗ്രാമീണ വായനശാല അന്നനാട് ബാലവേദി അയൽപ്പക്ക പഠന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വേനൽക്കാലത്ത് കിളികൾക്ക് കുടിനീർ ഒരുക്കി. നോട്രിഡേം സ്കൂൾ വെട്ടിക്കുടിയിൽ സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. ചാലക്കുടി നഗരസഭ മാലിന്യമുക്ത നഗരസഭയായി പ്രഖ്യാപനം നടത്തി. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തി. ചാലക്കുടി നഗരസഭയുടെ ക്രിമിറ്റോറിയത്തിൽ മൃതസംസ്കാരം ഏപ്രിൽ 1 മുതൽ സൗജന്യം. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും N4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.